മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വലിയ നോമ്പിന്റെ ഈ പുണ്യദിനങ്ങളിൽ ദൈവവചന ധ്യാനത്തിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന് നാം വിചിന്തനം ചെയ്യുന്നത് മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്. ജെറിക്കോ പട്ടണത്തിൽ വെച്ച് തിമോത്തിയോസിന്റെ മകനായ ബർത്തിമേയുസ് എന്ന അന്ധയാചകന് യേശു കാഴ്ച നൽകുന്ന അതിമനോഹരമായ ഒരു സംഭവമാണ് നാം ഈ വചനഭാഗത്ത് കാണുന്നത്. നമ്മുടെ നോമ്പുകാല ആത്മീയ യാത്രയ്ക്ക് വെളിച്ചം നൽകുന്ന 3 സുപ്രധാന സന്ദേശങ്ങൾ ഈ അന്ധയാചകന്റെ ജീവിതം നമുക്ക് നൽകുന്നുണ്ട്. ഒന്നാമതായി, ബർത്തിമേയുസിന്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് നാം കാണുന്നത്. നസ്രാനായ യേശുവാണ് പോകുന്നതെന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. എന്നാൽ ചുറ്റുമുള്ളവർ അവനെ ശകാരിക്കുകയും നിശബ്ദനായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വചനം പറയുന്നു, അപ്പോൾ അവൻ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ നോമ്പുകാലത്ത് വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ പല പ്രതിസന്ധികളും തടസ്സങ്ങളും വന്നേക്കാം. ലോകത്തിന്റെ ശബ്ദങ്ങൾ നമ്മെ നിരുത്സാഹപ്പെടുത്തിയേക്കാം. നമ്മുടെ സ്വന്തം പാപബോധം തന്നെ നീ പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിച്ച് നമ്മെ നിശബ്ദരാക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ അവിടെയാണ് നാം ബർത്തിമേയുസിനെ കണ്ടു പഠിക്കേണ്ടത്. തടസ്സങ്ങൾ കൂടുമ്പോൾ നാം കൂടുതൽ ഉച്ചത്തിൽ, കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവത്തെ വിളിക്കണം. രണ്ടാമതായി, യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ബർത്തിമേയുസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി വചനം എടുത്തു പറയുന്നുണ്ട്. അവൻ പുറംകുപ്പായം ദൂരെ എറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിന്റെ അടുത്തെത്തി. ഒരു യാചകനെ സംബന്ധിച്ചിടത്തോളം ആ പുറംകുപ്പായം അവന് ഒരുപാട് വിലപ്പെട്ടതാണ്. അത് അവന്റെ സുരക്ഷിതത്വമാണ്. അവൻ ഒരു യാചകനാണെന്നതിന്റെ അടയാളമാണ്. തണുപ്പിൽ നിന്നുള്ള ഏക സംരക്ഷണമാണ്. എന്നാൽ യേശുവിന്റെ അടുത്തേക്ക് പോകാൻ ഈ പഴയതെല്ലാം അവൻ ഉപേക്ഷിച്ചു. നമ്മുടെ ഈ നോമ്പുകാല യാത്രയിൽ നാം ഉപേക്ഷിക്കേണ്ട പുറംകുപ്പായങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മുടെ അഹങ്കാരത്തിന്റെ കുപ്പായമാകാം, സ്വാർത്ഥതയുടെ കുപ്പായമാകാം, അല്ലെങ്കിൽ നാം വിടാൻ മടിക്കുന്ന ചില പാപശീലങ്ങളാകാം. ദൈവത്തിലേക്ക് കുതിച്ചു ചാടണമെങ്കിൽ നമ്മെ പിന്നോട്ട് വലിക്കുന്ന ഈ പഴയ കുപ്പായങ്ങളെല്ലാം നാം ദൂരെ എറിയണം. മൂന്നാമതായി, യേശു അവനോട് ചോദിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവന് കാഴ്ചയില്ല എന്ന് ഈശോയ്ക്ക് അറിയാം. എങ്കിലും തന്റെ ആവശ്യം അവൻ തന്നെ തുറന്നു പറയാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഗുരു, എനിക്ക് കാഴ്ച വീണ്ടു കിട്ടണം എന്ന് അവന്റെ ഉത്തരം കേട്ട് ഈശോ അവന് കാഴ്ച നൽകുന്നു. വചനത്തിന്റെ അവസാന വരി വളരെ ശ്രദ്ധേയമാണ്. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ യേശുവിനെ അനുഗമിച്ചു. ദൈവത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ തന്റെ പഴയ വഴിയെ പോയില്ല, മറിച്ച് യേശുവിന്റെ പിന്നാലെ നടന്നു. സ്നേഹമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം. എൻ്റെ ആത്മീയ അന്ധതകൾ എന്തെല്ലാമാണ്? ഈ നോമ്പുകാലം നമ്മുടെ ആത്മീയ അന്ധതകൾ മാറി ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹത്തോടെ കാണാനുള്ള യഥാർത്ഥ കാഴ്ച ലഭിക്കാനുള്ള സമയമാണ്. പഴയ പാപത്തിന്റെ കുപ്പായങ്ങൾ വലിച്ചെറിഞ്ഞ് കാഴ്ച ലഭിച്ചവരായി ക്രിസ്തുവിന്റെ കുരിശിന്റെ വഴിയിലൂടെ അവിടുത്തെ അനുഗമിക്കാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായി ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.